പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ നാളിൽ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, ഒത്തിരി ഹെൽത്ത് കൺസേൺസ് അനേകരിൽ നിന്ന് കേൾക്കുന്നു, അറിയുന്നു. എക്കണോമിക് അൺസർട്ടനിറ്റിയും അതിനകത്തുണ്ട്. എന്നാൽ ഇതൊക്കെ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ചിന്താമണ്ഡലം അങ്ങ് പൊള്യൂട്ടഡ് ആവും. നമ്മളുടെ ചിന്തയിൽ പിന്നെ ഭയം കയറി ഭരിക്കുവാനിടയാവും. എന്നാൽ യേശു കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ആസ് ക്രിസ്ത്യൻസ് നമ്മളെല്ലാം പ്രത്യാശയോടെ കൂടെ ഇരിക്കേണ്ടവരാണ്. പ്രത്യാശ നമ്മൾ കാണണം. എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മെ പ്രത്യാശയിൽ നിന്ന് വലിച്ച് നിരാശയിലേക്ക് കൊണ്ടുപോകരുത്. വല്ലച്ചാതിലും ചില ഷിഫ്റ്റ് കിട്ടി ഒന്ന് സർവൈവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കാതെ, ദൈവപൈതലേ, നമുക്ക് ത്രൈവ് ചെയ്യുവാൻ ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ സാധിക്കേണ്ടതിന് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്നൽപ്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 42:5, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. സാം 42:5 അതാ പറയുന്നത്. ഈ ഇംഗ്ലീഷിൽ നമ്മൾ ഹോപ്പ് എന്ന് പറയുന്ന ആ വാക്ക് റെഫർ ചെയ്യുന്നത് സ്ട്രോങ് ആൻഡ് കോൺഫിഡൻറ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഗോഡ്സ് ഗുഡ്നെസ്. ദൈവത്തിൻ്റെ നന്മയുടെ ഉറപ്പുള്ള ഒരു പ്രതീക്ഷ ഹോപ്പ് എന്ന വാക്കിനകത്ത് മറഞ്ഞിരിപ്പുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഹോപ്പുള്ളവരായിട്ട് വേണം എഴുന്നേൽക്കാൻ. ഹോപ്പ് വേണം നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, അതുപോലെ ഉറപ്പോടെ നിൽക്കണമെങ്കിലും, എല്ലാ ഡിഫിക്കൽട്ട് ടൈംസിലും ബലത്തോടെ ഉറപ്പോടെ ജയത്തോടെ നിൽക്കണമെങ്കിൽ നമുക്കൊരു പ്രത്യാശ നമ്മുടെ ഉള്ളിൽ വേണം. സാൽവേഷൻ ആർമി ബിൽ ബോർഡ്സ് പുട്ടപ്പ് ചെയ്യുമ്പോൾ അവർക്ക് ചില മെസ്സേജസ് അവർ കൺവേ ചെയ്യും. ഒന്ന്, ഹോപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ ഫിയർ. അടുത്തത്, ഇൻ അൺസർട്ടൻ ടൈംസ് ഹോപ്പ് സ്റ്റാൻഡ്സ് സ്ട്രോങ്. പ്രൈസ് ഗോഡ്. പ്രത്യാശയെക്കുറിച്ചൊരു വാക്യം എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ നിങ്ങളൊന്ന് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഞാൻ പറയട്ടെ. റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. റോമൻസ് ചാപ്റ്റർ 15:13 അതിങ്ങനെ പറയുന്നു, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. പിശാചിനറിയാം ഈ പ്രത്യാശ എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ളൊരു കാര്യമാണ്, പവർഫുള്ളാണ്. അതുകൊണ്ട് അവൻ അതിനെ വെറുക്കുന്നു. അവൻ എങ്ങനെയും നമ്മിലുള്ള പ്രത്യാശയെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ വെനെവർ ആൻഡ് വേറെവർ ഹീ ക്യാൻ അവൻ ശ്രമിക്കും. അവൻ നിന്നെ സൂത്രത്തിൽ ചതിക്കും. നിൻ്റെ മനസ്സിലേക്കൊരു ചിന്ത കൊണ്ടുവരും, ഇതൊന്നും ഒരിക്കലും ശരിയാകാൻ പോകുന്നില്ല, നിൻ്റെ ഈ സിറ്റുവേഷന് നിനക്കൊരു ചേഞ്ച് വരുത്തുവാൻ ഒരു കാലത്തും കഴിയുന്നില്ല, ദൈവത്തിൽ ആശ്രയം വെച്ചാൽ ഒന്നും നടക്കില്ല, തീർച്ചയായിട്ടും ഈ വിഷയം നിന്നെ ഇമ്മൊബിലൈസ് ചെയ്യും. ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഉള്ള ആ വെളിച്ചം ഷൈൻ ചെയ്യാൻ സമ്മതിക്കാതെ പിശാച് നമ്മളോട് പോരാടും. ഞാൻ ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോൾ ഇരുട്ടാണ് നിങ്ങളുടെ വിഷയത്തിന്മേൽ കാണുന്നതെങ്കിൽ, ദൈവമക്കളെ ഞാൻ പറയട്ടെ, തീർച്ചയായിട്ടും പ്രത്യാശിക്കാൻ നമുക്ക് വകയുണ്ട്. ഒരു ഓവർഫ്ലോയിങ് സെൻസ് ഓഫ് ഹോപ്പ് നാം പ്രാപിച്ചെടുക്കണം, ഏതൊക്കെ സിറ്റുവേഷനിലാണെങ്കിലും. സംഘത്തിൻകാരൻ ചോദിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം, അതുകൊണ്ട് ആ സാന്നിധ്യത്തിൽ എൻ്റെ മനസ്സിൻ്റെ ക്ലേശങ്ങളൊക്കെ മാറ്റി ഉറപ്പോടെ ആയിരിക്കാൻ തക്കവണ്ണം, ധൈര്യത്തോടെ ആയിരിക്കാൻ തക്കവണ്ണം സഹായിക്കേണ്ടതിന്
ദൈവത്തിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്ത് മുന്നേറുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. സങ്കീർത്തനം 27:13-14 ഈ വാക്യവും വെളിവാക്കുന്നത് അതേ അർത്ഥം തന്നെയാണ്. സാം 27:13-14 ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക. നമ്മുടെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനെ പറ്റിയുള്ള നമ്മുടെ ആ പേഴ്സ്പെക്റ്റീവിന് വ്യത്യാസം വന്നാൽ എല്ലാത്തിനും തന്നെ വ്യത്യാസം വരും. ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ, നിങ്ങൾ നേരെ മുന്നോട്ട് നോക്കുമ്പോൾ ഒരു ഉയരമുള്ള മതിലാണ്. അതിന് വാതിലുമില്ല, ജനലുമില്ല, ഒരു ഓപ്പണിങ്ങുമില്ല. എന്നാൽ നിനക്കറിയാം, നിനക്ക് അതിൻ്റെ അപ്പുറത്തെ സൈഡ്, ഈ വോളിൻ്റെ അപ്പുറത്തെ സൈഡിൽ കടന്നു കിട്ടിയെങ്കിൽ മാത്രമേ ഒന്ന് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഒരു സ്മൂത്ത് സർഫസും ഒന്നും അവിടെ കാണുന്നില്ല. ആദ്യം തന്നെ നമ്മളെ ഭരിക്കാൻ തുടങ്ങുന്നത് എന്ത് ചിന്തയായിരിക്കും? നിരാശയുടെ, അല്ലേ? ഡെസ്പെയർ ആൻഡ് ഹോപ്പ്ലെസ്നെസ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. എന്നാൽ ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ കുഞ്ഞെ നീ അത് കാണുകയാണെങ്കിൽ, നീ സൂം ചെയ്ത് നടന്ന് നീ ഒരു റെസ്ക്യൂ ടീമിനെ കണ്ടുപിടിച്ച് അവർ നിന്നെ മനസ്സിലാക്കിച്ചു തരും നീ എങ്ങനെ അവിടുന്ന് പുറത്തു വരുമെന്ന്. നിനക്ക് നിൻ്റെ ചിന്താമണ്ഡലത്തിൽ ഹെലികോപ്റ്ററിനെ കാണാൻ പറ്റും, നിൻ്റെ സഹായത്തിന് വേണ്ടി കടന്നു വരുന്നത്. അത് നിൻ്റെ തലയ്ക്ക് മുകളിൽ കറങ്ങുന്നത് ദൈവത്തിലെ വിശ്വാസ കണ്ണാൽ ഇങ്ങനെയുള്ള അവസരത്തിൽ നീ കാണുവാൻ പറ്റണം. അയ്യോ പൊത്തോ എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് മാറിയിരിക്കുവാനല്ല. ആ മതിലിൻ്റെ അങ്ങേ സൈഡ്, ആ വോളിൻ്റെ അങ്ങേ സൈഡിലുള്ള ആൾക്കാരെ നിനക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? അവർ കര നിവർത്തി വിടർത്തി പിടിച്ചിരിക്കുക. എന്തിനാണ്? നിന്നെ ഒന്ന് റിസീവ് ചെയ്യാൻ. ഗോഡ് ഈസ് ഓൾവേസ് അറ്റ് വർക്ക്, ഡയറക്റ്റിംഗ്, ലീഡിങ്, ഗൈഡിങ്, റെസ്ക്യൂയിങ്, പ്രൊട്ടക്റ്റിംഗ് ആൻഡ് പ്രൊവൈഡിങ് ഫോർ യു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു സ്നേഹിതൻ ഇങ്ങനെ പറയാനിടയായി, എല്ലാ ഹോപ്പും നശിച്ചു കഴിയുമ്പോൾ ഓർത്തോണം, സംതിങ് അമേസിങ് ഈസ് എബൌട്ട് ടു ഹാപ്പൻ. തീർച്ചയായിട്ടും അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് ആശ്രയം അർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ്റെ കൊണ്ണം ഇടയാകണം. നമ്മൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ്റെ കൊണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങളൊക്കെ നന്മയ്ക്കാണെന്ന് യെരമ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. എന്നാൽ പ്രശ്നങ്ങളും ബന്ധപ്പാടുകളും വരുന്ന സമയങ്ങളിൽ ഈ ലോകം ഒരവസാനത്തിലേക്ക് നീങ്ങിപ്പോവുകയാണോ എന്ന് കുഞ്ഞിനെ നിനക്ക് തോന്നുമ്പോൾ ഒന്നും പിന്നെ ശരിയായിട്ട് പോകത്തില്ല കേട്ടോ. എല്ലാ സംഗതികളുടെയും സിറ്റുവേഷൻ ഒന്നുകൂടെ വേഴ്സാകത്തേ ഉള്ളൂ. പക്ഷേ യെരമ്യാവിൽ എന്തുവാ ദൈവം പറയുന്നത്? ഞങ്ങളിതിനെക്കുറിച്ച് നിരൂപിക്കുന്നത് നന്മയ്ക്ക. അങ്ങനെയുള്ള പ്ലാൻസ് ദൈവത്തിൻ്റെ കയ്യിലുള്ളൂ. ആ പ്ലാൻസ് ഒരിക്കലും നിന്നെ ഹാം ചെയ്യത്തില്ല, നിന്നെ പ്രോസ്പർ ചെയ്യാനേ അനുവദിക്കത്തുള്ളൂ. ഒരു ഫ്യൂച്ചർ നിനക്ക് തീർച്ചയായും ലഭിക്കും ദൈവവേദലേ. അത് ആ വണ്ടർഫുൾ ഫ്യൂച്ചർ. അതുകൊണ്ട് എന്തെല്ലാം വെല്ലുവിളി വന്നാലും ഭാരപ്പെട്ടു പോകരുത് കേട്ടോ. ഓരോ ദിവസവും എല്ലാ കാര്യങ്ങളും ഒരു പ്രശ്നവും കൂടാതെ എഴുതി വെച്ച് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള പ്രാപ്തി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദാനം തരാതിരിക്കത്തില്ല നമ്മുടെ ദൈവം. അതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ വേണമെങ്കിലും നീ അത് എഴുതി വെക്ക്, നിൻ്റെ മനസ്സിലത് കുറിച്ചിട്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? തെറ്റ് നിൻ്റെ ജീവിതത്തിൽ വരാതെ വണ്ണം ദൈവം നിന്നെ കാക്കും. ഒരിക്കലും ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ അസ്യൂം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. അങ്ങനെ ഒരു നല്ല അവസ്ഥ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കാൻ തക്കണം ഏൽപ്പിച്ചു കൊടുക്കുക. കണ്ണുടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നീ പ്രത്യാശ നൽകുന്ന ദൈവമാ. ഞങ്ങളെ നീ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിലെ ഭാരങ്ങൾ എടുത്തു മാറ്റുന്നതാകിയാൽ പരിശുദ്ധാത്മാവിൽ പൂർണ്ണമായി ആശ്രയിച്ച് മുന്നോട്ട് ജീവിപ്പാൻ തക്കണം
ആവശ്യമാകുന്ന സ്വർഗീയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തരണമേ. നല്ലത് മാത്രം കാണുവാൻ, നല്ലതിന്മേൽ അധ്യവസിക്കുവാൻ, നല്ലത് ചിന്താമണ്ഡലത്തിൽ സൂക്ഷിപ്പാൻ, അങ്ങനെ ഏറ്റവും നല്ല നന്മയുടെ ഒരു ഭാവി പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് ചെയ്യുവാൻ ആവശ്യമാകുന്ന സ്വർഗീയ കൃപ ദൈവം ഞങ്ങൾ ഓരോരുത്തരുടെ മേലും പകരട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവത്തിൻ്റെ വലിയ കൃപയിൽ ആശ്രയിക്കുന്നു. പ്രത്യാശയിൽ ഉറച്ചു നിൽപ്പാൻ, കഷ്ടത വരുമ്പോഴും പ്രതികൂലം വരുമ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ദൈവത്തെ ആശ്രയിപ്പാൻ എന്നെ കൊണ്ട് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.